ഹായ്, ഇറ്റ്സ് മീ ഷൈനിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു പീസ് തന്നെയാണ്. ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ആ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ ഓഫർ വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഉപരിയായിട്ടുള്ള മെസ്സേജസ് നിങ്ങളുടെ ഭാഗത്ത് വരുന്നുണ്ട്. വളരെ സന്തോഷം ഉണ്ടായ കാര്യത്തില്. പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അതിനൊരു ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് പേഴ്സണൽ കോളുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ കമന്റ്സ്, നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ കമന്റ്സ് വരുന്നുണ്ട്, റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരികയും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ എന്താണ് പറയാ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നുള്ള ഒരു വീഴ്ചയും കൂടെയാണ് കേട്ടോ. കാരണം കറക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒന്നും റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളതും കൂടെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എന്താ പറയാ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം പേഴ്സണലി എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ് സ്റ്റാഫുകൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തതല്ല, സത്യം പറഞ്ഞാൽ അവർക്ക് അതിൽ കുറെ മെസ്സേജ് വരുമ്പോൾ അത് ഫുള്ളി റീഡ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ. പക്ഷെ ചില ആളുകളെ എൻക്വയറിക്ക് എന്നാലും റെസ്പോൺസിബിൾ ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ പ്രീ ബുക്കിങ്ങിനായിട്ടൊക്കെ ഫുള്ള് ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റീസൺ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ കാണണമെന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ നമ്മുടെ സ്റ്റാഫ് എന്താ പറയാ റിപ്ലൈ കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല വെച്ചാൽ അങ്ങനത്തെ 1-2 സാഹചര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് എനിക്ക് കോൾ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്മളിത് അറിയുന്നില്ല. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനാണ് ഓർഡേഴ്സ് എടുക്കുന്നതൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അത്രയും വോളിയം ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഒരാൾ ഞാൻ ഇരുന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അതിന് സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. അപ്പൊ എല്ലാവരോടും അതിന് സോറി പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ റിപ്ലൈ കിട്ടായികയോ അല്ല പ്രീ ബുക്കിങ്ങിന്റെ ആയിട്ട് ഇത്രയും ടൈമായിട്ട് ഡിലേ വന്നിട്ട് അതിന് കറക്റ്റ് ഒരു പ്രോപ്പർ ആൻസർ നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ കെയർ എന്നുള്ള വേറൊരു നമ്പർ ഞാൻ ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യാം. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കോൾ ചെയ്യാണ്ടെങ്കിൽ അതിലേക്ക് കോൾ ചെയ്താൽ മതി. കാരണം നമ്മുടെ ബുക്കിംഗ് നമ്പർ ആകുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബുക്കിംഗ് ടൈമിൽ ഈ കോളുകൾ വരുമ്പോൾ അവർക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മെസ്സേജസ് അവർക്ക് റീഡ് ചെയ്യാൻ അത് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരു കസ്റ്റമർ കെയർ നമ്പറായിട്ട് ഞാനൊരു നമ്പർ താഴെ കൊടുക്കാം. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ആ ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായ ഒരു ആൻസർ കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സ്റ്റാഫിന്റെ ഭാഗത്തുള്ള ബിഹേവിയർ നല്ലൊരു ബിഹേവിയർ അല്ല നിങ്ങൾക്ക് കിട്ടിയത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത് വീഡിയോ ഡിലേ ആവുന്നുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ ഇതിനെ കുറച്ചൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പക്ഷെ അത് വേറൊരു റീസൺ എന്താ വെച്ചാൽ എല്ലാവർക്കും അത് പർച്ചേസ് ചെയ്യാൻ അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ്. കാരണം ഓൾറെഡി നമ്മളിപ്പോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും കുറെ ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട് അങ്ങനെ ചെയ്യാൻ അറിയണില്ല എന്നൊക്കെ പറയാറുണ്ട്. കാരണം നോർമലി നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ കാറ്റഗറിയിലായതുകൊണ്ട് കുറച്ച് മിഡിൽ ഏജിലുള്ള ആളുകളാണ് നമ്മൾ കൂടുതലും ആ ഒരു ഐറ്റത്തിലുള്ള ആളുകളാണ് കൂടുതൽ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. കാരണം എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ വേറെ ഐറ്റം ഇടുന്ന സമയത്തുള്ള നിങ്ങളുടെ റെസ്പോൺസും അല്ലാത്തത് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി. കാരണം എല്ലാവർക്കും വെബ്സൈറ്റിന്റെ ഇത് അറിയില്ല. പക്ഷെ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് വാട്സപ്പ് ത്രൂ തന്നെ ചെയ്യാം. അല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ സോറി പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് എപ്പോഴും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് കോൾ വരുന്ന കാരണം അങ്ങനെ നോട്ടീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായതിന് സോറി എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു മാക്സിമം അങ്ങനത്തെ ഒരു ഇത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ എന്ത് ചെയ്യാം, കഴിയുന്ന രീതിയിലല്ല മാക്സിമം എല്ലാത്തിനും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അപ്പൊ അത്രയുള്ളത് കുറച്ച് പറഞ്ഞിട്ട് ബോറടിപ്പിച്ചിട്ട് പക്ഷെ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ആ ഗോൾഡൻ യെല്ലോയിലേക്ക് നല്ലൊരു അടിപൊളി ബീട്രൂട്ട് ഷെയ്ഡ് തന്നെ ലൈറ്റ് ടോണൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഈ ഡിസൈന്. നമ്മുടെ നോർമൽ വിസ്കോസ് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത്. നമ്മൾ നോർമലി കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ക്രേപ്പ് ലൈനിങ് കൊടുത്താൽ അടിപൊളിയായിരിക്കും ഐറ്റം. ഓക്കെ, ഇതാണ് ഡിസൈൻ വരുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈൻ ഇട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഡിസൈൻ. ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും വിസ്കോസ് മസ്ലിനാണ് കേട്ടോ. തിരിച്ചിട്ടാണ് 3 വിസ്കോസ് മസ്ലിനിൽ വരുന്നതാണ്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു ഷെയ്ഡാണ്, അടിപൊളി. ഏത് സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാട്ടത്. ഏത് സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഷെയ്ഡാണ്. ഫസ്റ്റ് വൺ നല്ലൊരു ഷെയ്ഡാണ്. ക്രേപ്പ് ലൈനിങ് അല്ലെങ്കിൽ 2x2 2x1 ആയാലും കുഴപ്പമില്ല ലൈനിങ് കേട്ടോ.
ദുപ്പട്ട വരുന്ന വിസ്കോസ് മസ്ലിൻ തന്നെയാണ്, ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഫോയിൽ പ്രിന്റ് ഇല്ല കേട്ടോ, ഫോയിൽ പ്രിന്റ് ഇല്ലാത്തതാണ്. കുറച്ചുകൂടെ ഒരു എന്താ പറയാ വർക്ക് കുറവായിട്ട് എന്നാ കുറച്ച് ഹൈലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതുപോലെ സീക്വൻസ് ഹൈലൈറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. സെറി ഇല്ല കേട്ടോ, വീഡിയോയിൽ എല്ലാത്തിലും സെറി കൂടുതലാതാ പറയുന്നത്. സെറി ഇല്ലാത്ത പീസാണ്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു കളർ, നല്ല ബ്ലഡ് റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് സെക്കൻഡ് വൺ വരുന്നത്. ഡിസൈൻ സിമിലർ ആണ്, അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പ് ബോട്ടം, രണ്ടും വിസ്കോസ് മസ്ലിൻ മെറ്റീരിയൽ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വിസ്കോസ് മസ്ലിൻ എന്നുള്ളത്. കളർ രക്ഷയില്ല കേട്ടോ, അടിപൊളി കളറാണ്. അപ്പോ ഇതാണ് ടോപ്പ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ വരുന്നത് കൈയുടെ പീസ് ഒക്കെ നോക്കിയൊക്കെ സ്ലീവിന്റെ ഏരിയ വരുന്നത് ഇതുപോലെ ഡിസൈൻ ആട്ടോ. നല്ല ഷെയ്ഡാണ്, നല്ലൊരു കറക്റ്റ് മെറൂൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സീക്വൻസ്, കുഞ്ഞു സീക്വൻസ് വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ താഴെയുള്ള ആ ഒരു ഡിസൈൻ നല്ല ഇഷ്ടമായി, ഹൈഡൈ ചെയ്തിട്ടുള്ള ഡിസൈൻ ഡ്രസ്സ്. അപ്പൊ ദുപ്പട്ട വരുന്നത് വിസ്കോസ് മസ്ലിൻ ആണ്, സോഫ്റ്റ് വിസ്കോസ് മസ്ലിൻ ആണ്. ഒന്നും കൂടെ നല്ല പ്രീമിയം ആയിട്ടുള്ള വിസ്കോസ് മസ്ലിൻ ആണ് വരുന്നത്. ഡിസൈൻ ഓൾസോ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഡിസൈൻ വരുന്നത്. എനിക്ക് ആ ദുപ്പട്ടയുടെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. അതാണ് ദുപ്പട്ട വരുന്നത്. സോഫ്റ്റ് മസ്ലിൻ ആണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ദുപ്പട്ട കേട്ടോ. 2.5 നിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2.5 പറയാൻ അളവെടുക്കാത്ത കാരണം നല്ല അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്ന നല്ല ഡീപ്പ് പർപ്പിൾ കളറിൽ വരുന്ന ഡീപ്പ് പർപ്പിളും അതുപോലെ തന്നെ അതിലേക്ക് നല്ലൊരു പീകോക്ക് ഗ്രീൻ, മെഹന്തി ഗ്രീൻ, യെല്ലോ ഷെയ്ഡ് ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെങ്ത് വരെ 49 ഒക്കെ ആയിരിക്കും. അതുപോലെ 4XL സൈസ് വരെ ചെയ്യാം കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിന്റെ ഫ്രണ്ട് ഏരിയ അടിപൊളിയാണ്. ഈ പ്രിന്റ് ഒക്കെ ബാക്ക് പോർഷൻ കാണിച്ചില്ലല്ലോ ഞാൻ, സോറി കേട്ടോ. ബാക്ക് പോർഷൻ സെയിം തന്നെ ആയിരിക്കും. എന്നാലൊന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് പോർഷൻ സെയിം തന്നെയാണ്. ബാക്ക് പോർഷൻ സെയിം എന്ന് പറയുമ്പോൾ ആ സൈഡിലുള്ള ഒന്നാണ് ഒരു ഒറ്റ ബുട്ടായിട്ട് ബാക്ക് പോർഷനിൽ ഇത് സ്ലീവ് കേട്ടോ. ബാക്കിൽ ആ ഒറ്റ ഡിസൈൻ ഉള്ളൂ. എല്ലാത്തിനും അങ്ങനെ തന്നെ ആയിട്ട്. സോറി കേട്ടോ, അത് കാണിക്കാൻ പറ്റില്ല, ഞാൻ വിട്ടുപോയി. അപ്പൊ ഇതാണ് ഇതിന് ടോപ്പ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ആ ഒരു ഡിസൈനാണ് ബാക്ക് പോർഷനിൽ സിംഗിൾ ആയിട്ട് വരുന്നത് കേട്ടോ. വിസ്കോസ് മസ്ലിൻ ആണ് ടോപ്പ് മെറ്റീരിയലും ദുപ്പട്ടയും ബോട്ടം വരുന്നത്. സോഫ്റ്റ് ആണ്, നോർമലി ഉള്ളതിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് നല്ല ഡീപ്പ് ഷെയ്ഡാണ്, ഡാർക്ക് പർപ്പിൾ കളറും പീകോക്ക് ഗ്രീനും കൂടെ വരുന്ന കോമ്പിനേഷൻ കേട്ടോ. അടുത്തത് വരുന്നത് നല്ലൊരു പീകോക്ക് ഗ്രീൻ ആണ്. വീഡിയോയിൽ എന്തായാലും കളർ കിട്ടാൻ സാധ്യത കുറവാണ്, ഉണ്ടാവില്ല. വേറെ ഒരു ലോക്കൽ ബ്ലൂവിലേക്ക് മാറുന്നുണ്ട്. ആക്ച്വലി അടിപൊളി ഒരു പീകോക്ക് ഗ്രീൻ ആണ്, സൂപ്പർ പീകോക്ക് ഗ്രീൻ ആണ്. അതിന്റെ കോമ്പിനേഷൻ കളേഴ്സും സൂപ്പർ ആണ് കേട്ടോ. 49 ആയിട്ട് ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കാം, 4XL സൈസ് ഉണ്ടായിരിക്കും. ബോട്ടം, ടോപ്പ്, ദുപ്പട്ട മൂന്നും വിസ്കോസ് മസ്ലിൻ ആണ്, സോഫ്റ്റ് വിസ്കോസ് മസ്ലിൻ കേട്ടോ. ഇതാണ് വരുന്നത് ഫ്രണ്ട് ഏരിയ. അടിപൊളിയായിരിക്കും കേട്ടോ. 49 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും, 4XL ആയിരിക്കും സൈസ് ഉണ്ടായിരിക്കുക. ബാക്ക് ഏരിയ വരുന്നത് ഇത് നമ്മുടെ പുറത്തെ ഭാഗത്തേക്ക് വരും, ബാക്ക് പോർഷനിലേക്ക് വരും. സ്ലീവിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ. സ്ലീവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൂസ് പാറ്റേണിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം പ്രിന്റിലാണ് സ്ലീവ് വരുന്നത്. ദുപ്പട്ട വരുന്ന വിസ്കോസ് മസ്ലിൻ ആണ്, സോഫ്റ്റ് വിസ്കോസ് മസ്ലിനിലേക്ക് നല്ല പീകോക്ക് ഗ്രീൻ ഷെയ്ഡ്. ഒരിക്കലും ഈ ഒരു ഷെയ്ഡ് വീഡിയോയിൽ കിട്ടാറില്ല. അടിപൊളി ഷെയ്ഡാണ്. വീഡിയോയിൽ അത്ര ഭംഗി ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഡയറക്റ്റ് നല്ല രസമുള്ള ഷെയ്ഡാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. സൂപ്പർ കളറാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടെ. വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ മിനിയാന്നുണ്ടായ ഓഫർ വീഡിയോക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ ഇന്നത്തോട് കൂടിയിട്ട് എല്ലാ മെസ്സേജിനും റിപ്ലൈ കിട്ടും. റിപ്ലൈ തന്നിട്ട് ഫുള്ള് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയുള്ളത്. നെക്സ്റ്റ് ദിവസമായിട്ട് വരാം. അതിലേക്കും ബൈ.